കൂർമാവതാരം മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ രണ്ടാമത്തേതാണ്. ദുർവാസാവ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു ദിവ്യമാല ലഭിച്ചു. ഇത് അദ്ദേഹം ഇന്ദ്രന് സമ്മാനിച്ചു. ഇന്ദ്രൻ ആ മാല സ്വീകരിച്ചെങ്കിലും അതിന്റെ മഹത്വം മനസ്സിലാക്കാതെയായിരുന്നു അഹങ്കാരത്തോടെ ഇന്ദ്രൻ ആ മാല ഐരാവതത്തിന്റെ കഴുത്തിൽ ഇട്ടു. ആനയ്ക്ക് അതിന്റെ വിലയേറിയില്ല, അത് മാല നിലത്ത് കളയുകയായിരുന്നു. ഇത് കണ്ട ദുർവാസാവ് അത്യന്തം കോപിതനായി. അവൻ ഇന്ദ്രനെയും ദേവതകളെയും ശപിച്ചു. ദുർവാസാവ് മഹർഷിയുടെ ശാപം മൂലം ദേവന്മാരുടെ തേജസ്സും ശക്തിയും നഷ്ടപ്പെട്ടു. ഈ പ്രശ്നത്തിന് പരിഹാരം അമൃതപാനം ചെയ്യുന്നതാണ്. അമൃതം ലഭിക്കാൻ ദേവാസുരർ ചേർന്ന് ക്ഷീരസാഗരം മഥിക്കാനൊരുങ്ങി. മന്ത്രപർവ്വതം കടകോലും വാസുകി എന്ന സർപ്പം കയറുമാക്കി പാലാഴി മഥനം ആരംഭിച്ചു. ഈ സമയം ആധാരമില്ലാത്തതിനാൽ സമുദ്രത്തിലാണ്ടുപോയ മന്ത്രപർവ്വതത്തെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കുന്നതിനായാണ് വിഷ്ണു കൂർമ്മമായി അവതാരമെടുത്തു. തന്റെ പുറത്തു താങ്ങി പർവ്വതത്തെ മേൽപോട്ടുയർത്തി.